നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ ബാലന്റെയും ഗോമതിയുടെയും പ്രമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. ഒരു യാത്രയിലായതുകൊണ്ടാണ്. എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് മീനാക്ഷിയും മിത്രയും ഗോമതിയും കൂടെ ഇറങ്ങണം. ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചെയ്യുമ്പോൾ ബാലന്റെ മുന്നിൽ എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു പതർച്ച ഉണ്ടായി ഗോമതിക്കും മീനാക്ഷിക്കും മിത്രയ്ക്കും. അത് ബാലൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. എന്തോ കള്ളത്തരമുണ്ട്. അതുകൊണ്ടാണ് ഇവര് 3 പേർക്കും ആ കള്ളത്തരങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. 3 പേരുടെ മുഖത്തും ആ പതർച്ച കാണാനുണ്ട്. ഇവര് 3 പേരും എന്തിനോ പേടിക്കുന്നുണ്ട്. എന്തിനോ ഏതാണെന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ താൻ ആ സത്യം കണ്ടെത്തും എന്നൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യണം, അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ബാലന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ. ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന മിത്രയുടെ ആരുടെ മുറിയിലേക്ക് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മുറിക്കകത്ത് തനിക്ക് കിട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വിവരം കിട്ടുമായിരിക്കും. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആ സമയം ആര്യം മുറിയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരിനുള്ളതുകൊണ്ട് മുറി കയറി പരിശോധിക്കാനൊന്നും പറ്റില്ല. പിന്നീട് ബാലൻ ഇങ്ങനെ ആലോചിച്ചു, എന്തേലും നമ്പർ ഇറക്കിയാൽ മതിയാവുള്ളൂ. അപ്പം എന്താ ചെയ്യണ്ടേ? അങ്ങനെ ആലോചിച്ചു. പിന്നീട് ബാലന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നു. ശരി, അതന്നെ കാര്യം. പിന്നീട് ആര്യൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്നപ്പോൾ ബാലൻ പറഞ്ഞു, അതെ, എനിക്കൊരു ഓയിൽമെന്റ് മേടിക്കാൻ ഉണ്ടായിരുന്നു. അറിയാം. എന്ത് ഓയിൽമെന്റ് അച്ഛാ? അത് പിന്നെ നടുവിന് വേനയ്ക്ക് തേക്കുന്നൊരു ഓയിൽമെന്റ് ആയെന്ന് പറയണം. ആണോ? അന്നെങ്കിൽ പിന്നെ അച്ഛനാ നേരത്തെ പറയാൻ മേലായിരുന്നോ? ഞാൻ വാങ്ങില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അന്നെങ്കിൽ ഇന്ന് ഞാൻ പോയതാണല്ലോ, എന്നിട്ട് അച്ഛൻ എന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം. അത് സാരമില്ല, നീ പോയി വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. ഞാനത് അങ്ങോട്ട് മറന്നുപോയി. ഇനിയിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. നടുവിന് ഇച്ചിരി വേദനയൊക്കെ ഉണ്ടെന്ന് പറയണം. പാവം ആര്യൻ അതങ്ങോട്ട് വിശ്വസിച്ചു. കാരണം ആര്യനെ മുറിയിൽ നിന്ന് മാറ്റുകയായിരുന്നു ലക്ഷ്യം. വേറെ ആരും ഇല്ലല്ലോ. ഇപ്പം ആകാശാണ് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പോയി. ആ സമയത്ത് തന്നെ മുറിക്കകത്ത് കയറി തപ്പാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയണ്ടായിരുന്നേ. അങ്ങനെ ബാലൻ എന്ത് ചെയ്യണം, ഓയിൽമെന്റിന്റെ പേരൊക്കെ പറഞ്ഞു വിട്ടു. ആര്യൻ ആ ഓയിൽമെന്റ് മേടിക്കാനങ്ങോട്ട് പോയി. ഈ സമയത്ത് ബാലൻ നോക്കി, ആരുമില്ല. പെട്ടെന്ന് തന്നെ ആര്യന്റെ മിത്രയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ഒരുപക്ഷെ അവരുടെ കല്യാണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും രേഖകളും കാര്യങ്ങളും മുറിയിൽ നിന്ന് കിട്ടിയാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നോക്കി. പരതി കഴിയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുവേണം, അകത്തേക്ക് കയറി ആ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം. ആ ഫയലിനകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തിയതിൻ്റെ ഒരു രേഖ കിട്ടുവാണ്. അത് കണ്ടപ്പോൾ ബാലൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അപ്പം എല്ലാം കള്ളത്തരമായിരുന്നു ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോമതിക്കും മീനാക്ഷിക്കും എല്ലാം സത്യങ്ങൾ അറിയാം. കാരണം അന്നത്തെ ദിവസം ഗോമതിയും മീനാക്ഷിയും ഒക്കെ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണോ ഗുരുവായൂർക്ക് ഭജന ഇരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ മിത്രയുടെ ആൻ്റെയും കല്യാണ സമയത്ത് ഗോമതി അവിടെ ഉണ്ടായിരുന്നു. ഗോമതിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടായിരിക്കും കല്യാണം നടന്നേ. അല്ല, ഹാൻ്റെ അച്ഛൻ താനല്ലേ, തന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഗോമതി ആയിരിക്കും കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് സഹിച്ചില്ല. ബാലൻ പിന്നെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ആ പേപ്പർ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് പുറത്ത് കിടക്കുകയാണ്. ബാലന്റെ മനസ്സിനകത്താണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇത്രയും വലിയൊരു ചതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം തന്നോട് വേറെ ആരും ഈ ചതി കാണിച്ചാലും ഗോമതി ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തുണ്ടെങ്കിലും ഗോമതി തന്നോട് പറയും. ആ ഒരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഗോമതി പോലും തന്നോട് ഇത് മറച്ചു വെക്കും എന്ന് കരുതിയിരുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. മിത്ര ആനും തമ്മിൽ ഒന്നിച്ച് ഒരു പക്ഷെ അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചാണോ? അങ്ങനെയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ എങ്ങനെ ഇതിന്റെ ഇടയ്ക്കേക്ക് വന്നു? മിഥുന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലന് ഒരു കാര്യം മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എല്ലാവരുടെ മുന്നിൽ കള്ളത്തരം തെളിയിക്കണം. തൻ്റെ ഇനിയുള്ള പ്രയത്നം അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും. കോമഡി സ്റ്റോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ബാലന്റെ ചിന്തയെന്ന് തന്നെ പോയി. ബാലന്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഗോമതിയും മീനാക്ഷിയും മിത്രയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഗോമതി പറഞ്ഞു, എനിക്കെന്തോ ബാലേൻ്റെ ഓരോ സ്വഭാവമൊക്കെ കാണും ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അതെന്താ അമ്മ ഇങ്ങനെ? രാത്രി ബാലേട്ടന് ഉറക്കമില്ലാന്നേ. രാത്രി ബാലേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ലാന്നാ പറഞ്ഞേ. പക്ഷെ അതൊന്നും അല്ല, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു പറയണം. മിത്ര പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട്. അങ്കിളാണെങ്കിൽ പഴയ സ്വഭാവമല്ല. അങ്കിള് ഓരോന്നിങ്ങനെ കുത്തി ചോദിക്കുന്ന പോലെ, എന്തോ മനസ്സ് വെച്ചോണ്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നേ. ഇനിയിപ്പം ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കാണുമോ അപ്പച്ചി? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കണം. അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്ക് വന്നു. ഗോമതി ബാലന്റെ പേരിൽ അർച്ചനകളും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. മിത്ര ആന്റെ പേരിലും എല്ലാം കഴിപ്പിച്ചു. പക്ഷെ മിത്രയുടെ മനസ്സിൽ ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭഗവതി ആ മിഥുനൊന്നും സംഭവിക്കില്ല. മിഥുന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ താനും ആരനും എല്ലാവരും അകത്താം. അത് മാത്രമല്ല പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല.
അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായ മതിയായിരുന്നു, അവൻ തങ്ങളെ ഇനി ശല്യം ചെയ്യാൻ വരുത്. ഗോമതിയുടെ മനസ്സിലാണെങ്കിലോ ബാലേട്ടന് ഒരു കാരണവശാലും സത്യങ്ങളൊക്കെ അറിയരുത്. ഗുരുവായൂർ വെച്ച് സംഭവിച്ചത് എന്താന്ന് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടന് സഹിക്കാൻ പറ്റില്ല. താൻ ഇത്രയും വലിയൊരു രഹസ്യം ബാലേട്ടനിൽ നിന്ന് മറച്ചു വെച്ചെന്നറിഞ്ഞ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അങ്ങനെ അർച്ചനകളെല്ലാം കഴിപ്പിച്ച് അവര് തിരികെ പോരുവാണ്. ആ സമയത്ത് ആകാശ് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആകാശാണെങ്കിൽ തനിക്കറിയാം ഒന്ന് കൈ തെളിഞ്ഞാൽ മതി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡ്രൈവിംഗ് പഠിക്കാനുള്ള അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ആകാശ് ആ കാഴ്ച കാണുന്നത്. കോമതി മീനാക്ഷിയും ഇത്രയൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങുന്നത്. ആ സമയം ആകാശ് വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ അവരോട് കയറിക്കോളാൻ പറയാണ്. ആ സമയം മീനാക്ഷി പറഞ്ഞു, വേണ്ട ആകാശേ, പഠിക്കുമല്ലേ, ഡ്രൈവിംഗ് പഠിച്ചോ, ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്ന് പറയാം. അതൊന്നും പറയണ്ട, ഇങ്ങോട്ടേക്ക് കയറാൻ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, അവർ കയറി അവരെയും കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് കോമതി പറഞ്ഞു, ആഹാ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ഡ്രൈവിംഗ് അറിയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കണം. അതോടെ കേട്ടിഞ്ഞപ്പം ആകാശം ഒരു നിമിഷം ഒന്ന് പൊങ്ങി. പിന്നീട് പറഞ്ഞു, എനിക്കിതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയണ. അപ്പോഴും ഗോമതി പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ബാലേട്ടൻ ഇന്ന് സമ്മതിക്കുമെന്നൊക്കെ. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, നല്ല കഥയായി. അതെ, അച്ഛൻ്റെ ആവില്ല ദക്ഷിണ കൊടുക്കാനുള്ള പൈസ വരെ ആകാശിന്റെ കൊടുത്തെന്ന് പറയണ. സത്യമാണോ നീ പറയണെന്ന് നിൽക്കും, പിന്നെന്തിനാ കള്ളത്തരം പറയണമെന്ന് ആകാശ് പറഞ്ഞു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാര്യമായിട്ട് വന്നു കഴിഞ്ഞപ്പം കുറെ ചീത്ത പറഞ്ഞു തന്നെ, പക്ഷെ അച്ഛന് നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം. ആ സമയത്ത് മിത്ര പറഞ്ഞു, അത് ശരി തന്നെയാ, അങ്കിളിൽ ഇപ്പം നല്ല മാറ്റമാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവാണ്. വന്ന് നേരെ വീടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക് ഇടാനുള്ളതിന് ആകാശ് എന്തിയോ ആക്സിലേറ്റർ കാല് കൊടുത്തു. കൃത്യം ആ സമയത്ത് ബാലിന്റെ സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സ്കൂട്ടിക്കിട്ട് ഒറ്റ തട്ട്, സ്കൂട്ടി മറിഞ്ഞ് അവിടെ വീണു. ആ ഒച്ച കേട്ടോണ്ട് ബാലിന് ഇറങ്ങി വന്നു. അകത്തിരുന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവർക്കും പേടിയായിപ്പോയി. ഇനി എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ബാലിനത് കണ്ടുകൊണ്ട് നിൽക്കുക. ആകാശിന് പേടിയായിപ്പോയി. പെട്ടെന്ന് ആകാശം ഒരു ചാടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ആ സ്കൂട്ടി എടുത്ത് ഉയർത്താൻ നോക്കുകയാണ്. ഉയർത്ത് ഇങ്ങനെ വെക്കുവാണ്. അപ്പോഴേക്കും ബാലനും കൂടെ ഇറങ്ങി വന്നു. ബാലിനിങ്ങനെ നോക്കി. ബാലന്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്കൊക്കെ ഭയങ്കര ടെൻഷൻ. ഗോമതി പെട്ടെന്ന് എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ബാലേട്ട, ആകാശ് പെട്ടെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഇടിച്ചാന്ന് പറയണം. ബാലനിങ്ങനെ വന്ന് സ്കൂട്ടിയിലേക്ക് അടിമറിയും നോക്കി, എന്തേലും പറ്റിയിട്ടുണ്ടോന്ന്. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലായിരുന്നു. താഴേക്ക് വീണ ഇച്ചിരി പോറലും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബാലൻ വന്നിട്ട് പറഞ്ഞു, അവനവന് അറിയാവുന്ന പണി ചെയ്താൽ പോരെ, അറിയത്തില്ലാത്ത പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെയാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലോ, റോഡ് വെച്ച് വേറെ ആരുടെയും വണ്ടിക്കാണ് ഇത് സംഭവിക്കുന്നെങ്കിലോ, ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? അത്തരം ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറയുമ്പോ എല്ലാവർക്കും ഒരു പുച്ഛമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലനോടെ കിടന്ന് ദേഷ്യപ്പെടുവാണ്. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അച്ഛാ അത് പിന്നെ അറിയാതെ സംഭവിച്ചു പോയതാന്ന് പറയണം. അപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അയാൾ പറഞ്ഞു, അതെ ഇതൊക്കെ ഉള്ളതാ, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. ബാലൻ പറഞ്ഞു, അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ, പറഞ്ഞു കേട്ടല്ലോ ആകാശേ എന്ന് പറഞ്ഞ് ആകാശിനോട് ആദ്യം ദേഷ്യപ്പെട്ടു. പിന്നീട് ആ ബാലൻ ഓർത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ബാലൻ പെട്ടെന്ന് അങ്ങോട്ട് സ്വഭാവം മാറ്റി. ബാലനിപ്പോൾ രണ്ട് സ്വഭാവമാണ്. ചില സമയത്ത് ദേഷ്യപ്പെടും, ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നീട് ബാലൻ പറഞ്ഞ സാരമില്ലേ പോട്ടെ എന്നൊക്കെ പറയണ. പെട്ടെന്ന് ബാലന്റെ ഈ ഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോമതി ഓർത്തു, കുറച്ചു മുമ്പ് വരെ ബാലേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് ബാലേട്ടന് നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തോ ഏതോ അങ്ങനെയൊന്നും ഓർത്ത് പിന്നെ കോമതി അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോട് ബാലൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചോന്ന് ചോദിക്കണം. പ്രാർത്ഥിച്ചു ബാലേട്ട. അല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഗുരുവായൂർക്ക് പോയാലോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗോമതി ഞെട്ടി. എന്താ ബാലേട്ട പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല ഗുരുവായൂർക്ക് പോയാലോ, ഗുരുവായൂർ കുളിച്ചു തൊഴുന്ന കാര്യം ശ്രീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോയി അർച്ചനകളും വഴിപാടുകളും കഴിക്കണമെന്ന്. എനിക്ക് നടുവിന് വേന വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി അതാ പറഞ്ഞേ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഗോമതിക്ക് എന്ത് മറുപടി പറയാനെന്ന് നിർത്തില്ല. ഗോമതി വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഞെട്ടിൽ നിൽക്കുകയാണ്. ഗോമതിക്ക് മനസ്സിലായി ഇത് തനിക്കിട്ടുള്ള ട്രാപ്പാന്നാ തോന്നേ, അല്ലെങ്കിൽ പിന്നെ ബാലേട്ടൻ ഇപ്പോൾ ഗുരുവായൂർ പോകേണ്ട കാര്യം പറയേണ്ട കാര്യമുണ്ടോ? എന്താ ഗോമതി നീ എന്താ ഒന്നും മിണ്ടാത്തേ? വല്ലാത്തൊരു ഞെട്ടൽ നിൽക്കുന്ന എന്താന്ന് ചോദിക്കേ. ഒന്നുമില്ല ബാലേട്ടാന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാന്ന് പറയണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ ഗോമതി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, ഗോമതിക്ക് വലിയ ലോട്ടറി അടിക്കുന്നു. അത് മാത്രമല്ല ഇനി കൃഷ്ണമംഗലത്തുള്ളവരെല്ലാം ഗോമതിയുടെ കാലക്കൈ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.